ഈ വീഡിയോനെ പറ്റി പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓണൊക്കെ വരാൻ പോവല്ലേ, സോ ലെറ്റ്സ് ഗെറ്റ് റെഡി വിത്ത് മീ. എനിക്ക് തോന്നുന്നു ഞാൻ വളരെ കുറച്ചധികം കാലമായി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു ഓണത്തിന് ആ ഒരു പ്രശ്നമായിട്ട് പരിഹരിക്കാം. ആദ്യം സ്കിൻ കെയർ, സൺസ്ക്രീനൊക്കെ പിന്നെ ഞാൻ വാരി പൊത്തിയിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പാടത്തേക്ക് പോകാമെന്ന് പ്ലാൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും സൺസ്ക്രീൻ വാരി പൊത്തിയത്. ഇന്ന് ഞാൻ സാരിയാണ് എടുക്കാൻ പോകുന്നത്. എപ്പോഴും ഞാൻ സ്കേർട്ടും ജമ്പറും ആണ് പ്രിഫർ ചെയ്യാറ്. കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ഞാൻ സാരിയായിരുന്നു, ഇപ്രാവശ്യം ഓണത്തിനും ഞാൻ സാരിയാണ് എടുത്തത്. അങ്ങനെ അമ്മ എനിക്ക് സാരിയൊക്കെ എടുത്തു തന്നു. ഇനിയാണ് നമ്മുടെ ബാക്കി മേക്കപ്പും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. ആദ്യം ഞാൻ ലൂസ് പൗഡർ ഒന്ന് എടുത്തിട്ട് കുറച്ച് മുഖത്തൊന്ന് സെറ്റാക്കി. പിന്നെ ഞാൻ കൺസീലർ ആണ് ഇട്ട് കൊടുത്തത്. അതും കഴിഞ്ഞ് ഞാൻ ഫൗണ്ടേഷനും കൂടി അപ്ലൈ ചെയ്തു. ശരിക്കും ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടായിരിക്കും എല്ലാവരും കൺസീലർ അപ്ലൈ ചെയ്യുക, പക്ഷെ ഞാനൊക്കെ തല തിരിഞ്ഞിട്ടാണ് യൂസ് ചെയ്യുന്നത്. എങ്ങനെ യൂസ് ആക്കിയാലും ഇപ്പൊ എന്താ, ലാസ്റ്റ് ഫൈനൽ ലുക്ക് അടിപൊളിയായ പോലെ. പിന്നെ ഐബ്രോ സെറ്റാക്കി, ഐഷാഡോ സെറ്റാക്കി, പിന്നെ കണ്ണെഴുതി, പിന്നെ കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുത്തു. ബ്ലഷ് എപ്പത്തേക്കാളും കൂടി പോയോ എന്ന് ചെറിയ സംശയം ഇല്ലാതില്ല. ഇനിയാണ് മെയിൻ സംഭവം. കമ്മലിടണം, മാല ഇടണം, വള ഇടണം, എന്തൊക്കെ പണികളാണ്. അങ്ങനെ ഒരു ജിമിക്കും ഇയർ ചെയിനൊക്കെ വെച്ചിട്ട് ഞാൻ അതൊക്കെ ഒന്നും കൂടി സെറ്റാക്കി വെച്ചു. പിന്നെ ലാസ്റ്റ് കുറച്ച് ലിപ്സ്റ്റിക്കും കൂടി ഇട്ടു, പിന്നെ വളയും ഇട്ട് കൊടുത്തു. എന്നിട്ട് ലാസ്റ്റ് സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് ഒന്നങ്ങോട്ട് സ്പ്രേ ചെയ്ത് എല്ലാം സെറ്റാക്കി. ഇത്രയുള്ള പരിപാടി കഴിഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം. സാരി എടുത്തോണ്ട് തന്നെ ഷോൾ ഇതാ ഞാൻ ഇങ്ങനെ വെച്ചിട്ടാണ് സ്റ്റൈൽ ചെയ്തത്. ഇങ്ങനെ വെക്കുമ്പോഴേ ആ മാലയൊക്കെ കാണുന്നുള്ളൂ. അതിന് പുറമെ ഒരു ലോഡ് പിന്നു വെച്ചിട്ടാണ് ഞാനത് തലയിൽ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. പാടത്ത് പോയ വിവരങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.